ദൈവത്തിന് സാറിന് ഒരുപോലെ ഞാൻ താങ്ക്സ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച് സാർ. ആക്ച്വലി സാർ ശരിക്കും പൊളിയാണ്. என்னோட அம்மா என்கிட்ட கேட்டாங்க என்ன ரொம்ப சந்தோஷமா வந்திருக்க, நல்ல எக்ஸாம் பண்ணியா? அப்போ நான் சொன்னேன் நான் பாஸ் ஆகுவேன், ஏன்னா ஹண்ட்ரட் சாராக எனக்கு படிச்சு வந்தது அப்படின்ட்டு. அப்போ ഇതുപോലൊരു സാറിനെ എങ്ങും കിട്ടിയിട്ടില്ല. എൻ്റെ ലൈഫിൽ നമുക്കൊന്നും കിട്ടുന്നില്ല. ഇവിടെ മാത്രമേ ആധാരം കാണത്തുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്തു. ക്ലാസ്സിലൊന്നും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തതിന് ചരിത്രമില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറ്റുന്ന ഞാൻ MBBS എടുത്തേനായിരുന്നു. പക്ഷെ അത്രയും ഞാൻ അങ്ങനെ കോൺസെൻട്രേറ്റ്. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് ദൈവത്തേക്കാൾ ഒരു സ്ഥാനമാണ് ഞാൻ സാറിനെ കാണുന്നത്. അത്രയും കാലം ഞാൻ മിക്ക ദൈവങ്ങളൊന്നും എനിക്ക് വേണ്ടി കണ്ണു തുറന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് സാറിന്റെ ക്ലാസ് കേട്ട് ഇത്രയും എനിക്ക് അറ്റൻഡ് ചെയ്ത് ഞാൻ ആ എക്സാം പാസ്സായി. ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഭയങ്കര സ്ട്രെസ്സാകുന്നുണ്ട് സാറിന്. അത് സാറിന് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ഇനി അങ്ങോട്ടുള്ള പിള്ളേർ എന്നെ മക്കളെ ഇങ്ങോട്ടെങ്കിലും നടത്തുള്ളൂ. ഇനിയും സാറിനെ സപ്പോർട്ട് ചെയ്യണം. ഒരു 150 വരെ ജീവിക്കണം അല്ലേ? ഇവിടെ വന്നതിന് ശേഷം സാറേ സത്യസന്ധമായിട്ട് പറയാം, 26 വർഷത്തിൽ ഞാൻ ഇത്രയും നല്ല അധ്യാപനം കണ്ടിട്ടില്ല. സാറിന്റെ ആ ഒരു വൈബ്, സാറിന്റെ ആ ഒരു പ്രഷറും സാറിന്റെ ആ ഒരു സ്ട്രോങ്നെസ്സും എല്ലാം കാരണം നന്നായിട്ട് പഠിക്കാൻ സാധിച്ചു. സോ ഇനി ഞാൻ വരുന്നതായിരിക്കും. സാറിന്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രതീക്ഷിക്കുന്നു. ഒരു സ്റ്റുഡന്റിന്റെ ഫാമിലി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് പഠിപ്പിക്കുന്ന ഒരു സാറിനെ എന്റെ ജീവിതത്തിൽ, എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാറിന്റെ ക്ലാസ് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. സാറ് പഠിപ്പിച്ചതിൽ കുറെ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ നീ ഉറങ്ങാണ്ടൊക്കെ ഇത്ര എന്തായാലും ഇരുന്നോ ഉച്ചക്കൊക്കെ എന്നെ പറ്റാൻ എനിക്ക് ഭയങ്കര അതിശയമാണ് എനിക്ക് ഇരിക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഇവിടെ വന്നതും എനിക്ക് വളരെ സന്തോഷമുണ്ട്. സാറിന്റെ മുഖം ആലോചിക്കുമ്പോൾ ഒരു എനർജിയാണ്. പാസ്സാവുമായിരിക്കും എന്ന് മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഭാഗ്യത്തിന് പാസ്സായി. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇവിടെ വന്നിട്ടാണ് നഴ്സിംഗ് പഠിച്ചത്. നഴ്സിംഗിനെ പറ്റി എന്തെങ്കിലും ഒരു അറിവ് വരുന്നെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വൈഫ് ഇവിടെയാണ് പഠിച്ചത്. ഞാൻ കോളേജിലെ ഡോക്ടറാണ്. അപ്പം ഞാൻ വൈഫിനെ ഇങ്ങനെ പോകാൻ വേണ്ടി ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പാസ്സാവും, തീർച്ചയായിട്ടും പാസ്സാവും. ഞാൻ എൻ്റെ പിള്ളേരെ പഠിപ്പിക്കുന്നതാണ്. അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ MSc കാരനാണ്. പിന്നെ എന്തോ കുഴപ്പം ഇന്ന് ഞാൻ സ്വയം അംഗീകരിച്ചു. പക്ഷെ ഇവിടെ വന്നിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പഠിപ്പിക്കുന്നത് ഒന്നല്ല, ഔട്ട് ഓഫ് സിലബസാണ് എനിക്ക് ആദ്യത്തെ ദിവസം